മാക്സിമം പേർക്ക് ബുക്കിംഗ് കിട്ടണം, കസ്റ്റമർക്ക് മാക്സിമം റേറ്റ് കുറച്ച് നല്ല വണ്ടി കിട്ടണം. ഓക്കെ, യൂസ്ഡ് കാറിൽ ഉള്ളത് നമ്മൾ മുന്നത്തെ വീഡിയോ 4 എങ്ങാണ്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേള തീരുന്ന വരെ ഈ ഓഫർ റേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ. 30,000 രൂപ നിലവിൽ കുറച്ചിട്ടുണ്ട്. ഇതിന്റെ തന്നെ ഫുൾ ലോണും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലോ ബഡ്ജറ്റ് 6 സീറ്റർ വണ്ടിയാണ്. 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലക്കുറവില് ടാറ്റ EV 3 ഫ്രീ സർവീസ്, മാക്സിമം ലോണ് കിട്ടുന്നുണ്ടാവും. ഇതൊക്കെ പുറമെ ആയിട്ട് കസ്റ്റമർക്ക് നല്ലൊരു വണ്ടി വിശ്വസിച്ച് വാങ്ങാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വാങ്ങിക്കഴിഞ്ഞ് കുറെ കാലം കഴിഞ്ഞ് വെക്കണം തോന്നുന്ന നേരം ബൈബാക്ക് ഓഫറും ഇവിടെ തന്നെ നൽകുന്നുണ്ടാവും. നമസ്കാരം, ഞാൻ അഭി. പുതിയൊരു വീഡിയോയിലേക്ക് ഏവർക്കും സ്വാഗതം. ഞാൻ ഇപ്പോൾ ഉള്ളത് നമ്മളെ പുറകിൽ കാണുന്നത് രാമനാട്ടുകര മേൽപ്പാലമാണ്. ഇതിന് തൊട്ടടുത്തുള്ള ഗ്രൗണ്ടിലാണ്. മാർച്ച് 6, 7, 8 ദിവസങ്ങളായിട്ട് നമ്മളെ കോഴിക്കോട് എ മോട്ടോഴ്സ് ഒരുക്കുന്ന മെഗാ യൂസ്ഡ് കാർ മേളയാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. 150-ൽ പരം വണ്ടികളുണ്ട് ഇവിടെ കളക്ഷനായിട്ട്. എല്ലാ വണ്ടികൾക്കും നമുക്ക് ട്രൂ വാല്യൂൻ്റെ മാക്സിമം ഓഫേഴ്സ്, അത് റേറ്റിലും അതേപോലെ തന്നെ വാറണ്ടിയിലേക്ക് നോക്കുകയാണെങ്കിൽ 1 ഇയർ വാറണ്ടി, 3 ഫ്രീ സർവീസ് നമുക്ക് ലഭിക്കുന്നുണ്ടാവും. ഇതിനൊക്കത്തിനും പുറമായിട്ട് മാക്സിമം ഫുൾ ലോൺ വരെ കിട്ടുന്ന വണ്ടികളും നമുക്കിവിടെ ലഭ്യമാണ്. അപ്പോൾ നമുക്കിവിടെ ഓരോ വണ്ടികളും പരിചയപ്പെട്ട് തുടങ്ങാം. സോ മൂവിങ് ടു ദ വീഡിയോ. 2011 മോഡൽ i20 KL11 രജിസ്ട്രേഷൻ ആണ്. ഡീസൽ ആണോ പെട്രോൾ ആണോ വണ്ടി? ഡീസൽ എന്ന് പറയുന്ന നേരം 1.4 ലിറ്റർ ടർബോ വരുന്ന 6 സ്പീഡ് ട്രാൻസ്മിഷനോട് കൂടെ വരുന്ന വണ്ടിയായിരിക്കും. 18-20 റേഞ്ചിൽ മൈലേജ് കിട്ടിയിട്ടുണ്ടാവും. ഡീസൽ i20 ഒരുപാട് കിലോമീറ്റർ ഓടിയിട്ടുണ്ടാവും. വേരിയന്റ് വരുന്നത് മാഗ്ന എന്നുള്ളതാണ്. ഫീച്ചർ സൈഡിൽ AC പോർഷനിൽ 4 ഡോർ പവർ വിൻഡോസ് കൂടാതെ ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC ആയിരിക്കും വരുന്നുണ്ടാവുക. ഇന്റീരിയേഴ്സ് മുന്നേ പറഞ്ഞ പോലെ തന്നെ നീറ്റാണ്. ടയേഴ്സ് അത്യാവശ്യം കാണുന്നുണ്ട്. എല്ലോ വീൽസ് വരുന്നില്ല, സ്റ്റാൻഡേർഡ് റിംസ് തന്നെ ആയിരിക്കും വരുന്നത്. വണ്ടിക്ക് റേറ്റ് എത്ര ചോദിക്കുന്നത്? i20 ഡീസൽ 2011 വണ്ടിക്ക് ചെറിയ റേറ്റ് അല്ലേ ഉള്ളൂ, 2 രൂപ കൊടുക്കാൻ മതി. 2 ലക്ഷം രൂപയ്ക്ക് അതിനും കുറച്ച് കൊടുക്കില്ലേ? ഇനിയും ചെയ്ത് കൊടുക്കാൻ വേണ്ടി പറ്റുന്ന മേളയാണ്. ഓഫർ എന്ന് പറഞ്ഞാൽ മാക്സിമം ലോൺ ചെയ്ത് കൊടുക്കാം പോരെ. ഓ ആയിക്കോട്ടെ. അതിനടുത്തത് 2014 മോഡൽ KL01 രജിസ്ട്രേഷൻ ആണ്. എ സ്റ്റാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ VHI എന്നുള്ള VHI ഫുൾ ഓപ്ഷൻ അല്ല, മിഡിൽ ഓപ്ഷൻ ആയിട്ട് വരുന്നത്. സെൻസേഴ്സും കാര്യങ്ങളൊന്നും വരുന്നില്ല. പക്ഷേ മെയിൻ ഹൈലൈറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വാഗണാറിൽ കാണുന്ന എഞ്ചിനാണ്. ഒരു ന്യൂക്ലിയർ ഫാമിലിക്ക് എന്നുള്ള രീതിയിൽ കമ്പനി ലോഞ്ച് ചെയ്ത വണ്ടിയാണ്. ഫീച്ചർ സൈഡിൽ AC പോർഷനും 4 ഡോർ പവർ വിൻഡോസ്, അതേപോലെ തന്നെ ഓട്ടോ ക്ലൈമറ്റ് AC ഒന്നും വരുന്നില്ല, എയർ ബാഗ്സും വരുന്നില്ല. പക്ഷേ ആ ഒരു K സീരീസ് എഞ്ചിനിൽ നമുക്ക് ഏകദേശം 15 റേഞ്ചിൽ മൈലേജ് എന്തായാലും ഡീസൻ്റ് ആയിട്ട് പ്രതീക്ഷിക്കാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വണ്ടി ബോഡി ഷേപ്പ് കാണുന്നുണ്ട്, ബോഡിയിൽ ചളിയും കാണുന്നുണ്ട്. പോളിഷ് ചെയ്ത് കൊടുക്കാം. ഓക്കെ, ഇപ്പോൾ ഒരു ഇതിന്റെ വിഷയം കൊണ്ട് വന്നതാണ്. ഓക്കെ പോളിഷൊക്കെ ചെയ്ത് നീറ്റാക്കി കൊടുക്കാൻ പറ്റും. ഓക്കെ, അത്യാവശ്യം നല്ല ചളി കാണുന്നുണ്ട്, പക്ഷേ ബോഡി ഷേപ്പ് കാണുന്നുണ്ട്. പെട്ടെന്ന് അറിയാത്ത ഒരാൾ കണ്ടിട്ടുണ്ടെങ്കിൽ കമ്പനി പെയിന്റ് തന്നെയാണ് നിലവിലുള്ളത് അല്ലേ? ചെറിയ ചെറിയ ടച്ച് മാത്രമേ ഉള്ളൂ. കറായിട്ട് വന്നതല്ലേ? ഓക്കെ, വേറെ റീപ്ലേസ്മെന്റ് കാര്യങ്ങളൊന്നും ഇല്ല. അരുണേ, 2014 എ സ്റ്റാർ VHI K സീരീസ് എഞ്ചിൻ, റേറ്റ് എത്രയാവും? 2,05,000 രൂപയ്ക്ക്. ഡിസ്കണ്ടിന്യൂഡ് മോഡലാണ്, പക്ഷെ എന്നാലും ലോണ് സെലേറി തന്നെ. പേര് മാറി, ഷേപ്പ് ചെറുതായിട്ടൊന്ന് ഒടിച്ച് ആക്കിയിട്ട് സെലറി ആക്കി. 95% എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ 1.25 റേഞ്ചിൽ 1.80 റേഞ്ചിൽ ലോൺ കിട്ടുന്നുണ്ടാവും. 2013 മോഡൽ വേരിയന്റ് ഏതാ വരുന്നത്? S എന്നുള്ളത് ഇക്ക് മുകളിൽ വരുന്ന മിഡിൽ ഓപ്ഷൻ ആയിട്ടായിരിക്കും. സാധാരണ എസ്സിൽ നമ്മൾ എല്ലോ വീൽസ് കാണാറില്ല. ഈ ഒരു എല്ലോ വീൽസ് ഒന്ന് കാണിച്ച്. നിയോന്റെ ആഫ്റ്റർ മാർക്കറ്റ് എല്ലോയ്സ് ആണ് ചെയ്തിട്ടുള്ളത്. ടയേഴ്സ് അത്യാവശ്യം ഉണ്ട്. S എന്നുള്ള വേരിയന്റിൽ നമുക്ക് ബാക്ക് ക്യാമറ സാധാരണ വരാത്തതാണ്. ബാക്ക് സെൻസേഴ്സ് കാണാറുണ്ട്. ആഫ്റ്റർ മാർക്കറ്റ് ആൻഡ്രോയിഡ് സെറ്റ് ചെയ്തതായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫീച്ചർ സൈഡിൽ എയർ ബാഗ്സ് എസ്സിൽ വരുന്നില്ല, പക്ഷേ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോമാറ്റിക് ക്ലൈമറ്റ് AC വരുന്നില്ല. സ്റ്റീരിയോ വരുന്നുണ്ട്, AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ്. ഇത്രയായിരിക്കും എസ്സിലെ ഫീച്ചേഴ്സ് എന്ന് പറഞ്ഞാൽ. 1.2 ലിറ്റർ ഹോണ്ടൻ്റെ എഞ്ചിനാണ്. ഏകദേശം ശരാശരി 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടത്? 86,000 കിലോമീറ്റർ ആണ്. ഹോണ്ടൻ്റെ വെൽ റിഫൈൻഡ് ആയിട്ടുള്ള എഞ്ചിനാണ്. 86,000 എന്നുള്ളത് വലിയൊരു കിലോമീറ്റർ അല്ല ഈ ഒരു വണ്ടിനെ സംബന്ധിച്ചിടത്തോളം. ജെന്യൂൻ കിലോമീറ്റർ ആണ്. കമ്പനി ഹിസ്റ്ററിയുള്ള വണ്ടിയാണ്. റേറ്റ് എത്ര ചോദിക്കുന്നത്? 2.95. ഇത് എത്ര റേറ്റ് എത്ര വരുന്നത്? 2.95 ആണ് പ്രൈവറ്റ് റേറ്റ് വരുന്നത്. 2013 SMT വണ്ടിക്ക് അല്ലേ? നല്ല വണ്ടിയാണോ? ലോണ് കിട്ടുമോ? ഫുൾ ലോൺ ഒക്കെ ചെയ്യാൻ പറ്റുമോ? ഫുൾ ലോൺ ചെയ്യാൻ പറ്റും. ഓക്കെ, അടുത്ത വണ്ടി 2017 മോഡൽ മൈക്ര XL, മിഡിൽ ഓപ്ഷൻ വരുന്നത്. 2017 മോഡൽ അല്ലേ? XL എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ ആയിരിക്കും ഫ്യൂൽ ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിൻ,
13 റേഞ്ചിൽ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ടാവും. മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. ഫീച്ചർ സൈഡിൽ 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. ബ്ലൈൻഡ് സ്പോട്ട് മിറർ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്രണ്ട് 2 ടയേഴ്സ് അത്യാവശ്യം നല്ല പോലെ ഉണ്ട്. ബാക്ക് ടയേഴ്സ് ആവറേജ് ആണ്. 2017 മൈക്ര റേറ്റ് എത്രയാണ്? ഇത് 3.5 കൊടുക്കാം. 3,05,000 രൂപ 2017 മൈക്ര പെട്രോൾ വണ്ടിക്ക്. ഒമ്നി 8 സീറ്റർ ആണ്. വർഷം ഏതാ വരുന്നത്? 2018 മോഡൽ. 2018 8 സീറ്റർ ഒമ്നി. ഒമ്നിന്റെ കണ്ടീഷൻ അറിയാൻ മാത്രം നോക്കിയാൽ മതി. റഫ് യൂസ് വണ്ടി ഒന്നുമല്ല. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടാവും. 30,000 കിലോമീറ്റർ മാത്രമേ ഓടിയിട്ടുള്ളൂ. 2018 ആണോ വർഷം പറഞ്ഞത്? 18 ആവുന്നേരം നമുക്ക് ട്രൂ വാല്യൂന്റെ വാറന്റി, ഫ്രീ സർവീസ് കാര്യങ്ങളൊക്കെ ആനുകൂല്യങ്ങളൊക്കെ കസ്റ്റമർക്ക് കൊടുക്കാൻ വേണ്ടി പറ്റുമോ? 6 മന്ത് വാറന്റി ഉണ്ടാവും, 3 ഫ്രീ സർവീസും കൊടുക്കാം. AC പവർ സ്റ്റിയറിംഗ് ഇങ്ങനത്തെ കാര്യങ്ങളൊന്നും ചോദിക്കരുത്. ഇതൊക്കെ പവർ ആയിട്ട് തന്നെ വണ്ടിയിൽ വരുന്നുണ്ടാവുള്ളൂ. ഐ മീൻ മാനുവൽ പവറിൽ ഉപയോഗിക്കണം. KL71 നിലമ്പൂരല്ല, RTO നിലമ്പൂർ രജിസ്ട്രേഷനാണ്. നല്ല വണ്ടിയാണ്. ഓക്കെ, ഒരു ചെറിയൊരു ഫാമിലിക്ക് AC പവർ സ്റ്റിയറിംഗ് ഒന്നും വേണ്ടാന്ന് വെച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന വണ്ടിയാണ്. നല്ല വണ്ടി. 6 മാസം വാറന്റി, 3 ഫ്രീ സർവീസ് എന്ന് പറയുന്നേരം നമുക്ക് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ കമ്പനിക്കുള്ള കോസ്റ്റ് എന്ന് പറഞ്ഞാൽ 4,500 രൂപ ഒരു ഫ്രീ സർവീസിനായിട്ട് കാണണം. 6 മാസത്തേക്ക് ആക്സില്, ഗിയർ ബോക്സ്, വീൽ ബാരിംഗ്, ഷോക്ക് അബ്സർ എല്ലാം നമുക്ക് റീപ്ലേസ്മെന്റ് വാറന്റി ആണ്. എഞ്ചിനും ഗിയർ ബോക്സ് ഒക്കെ ഉണ്ട്, എല്ലാം ഉണ്ട്. ഇതൊക്കെ തന്നെ എന്ത് പറ്റി കഴിഞ്ഞാലും മാരുതി ഏറ്റെടുക്കും. മാരുതി നിങ്ങൾക്ക് ഫ്രീ ഓഫ് കോസ്റ്റിൽ മാറ്റി തരും. വാഗണർ ആണ്. K സീരീസ് എഞ്ചിൻ വരുന്ന വണ്ടി, 1 ലിറ്റർ ആണ്. അന്ന് ഇറങ്ങിയിട്ടുള്ള ഫുൾ ഓപ്ഷൻ ആണ്. ഇന്നിപ്പോൾ ZS വരെ എത്തി നിൽക്കുന്നുണ്ട്. K സീരീസ് എഞ്ചിനിൽ ഏകദേശം സ്റ്റാൻഡേർഡ് ആയിട്ട് 15 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ബാക്ക് വൈപ്പർ, അതേപോലെ തന്നെ ഡീഫോഗർ, 4 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആണ് ഫീച്ചർ ആയിട്ട് വരുന്നുണ്ടാവുക. KL59 താളിപ്പറമ്പ് രജിസ്ട്രേഷൻ ആണ്. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ടായിരുന്നു? 84,000 കിലോമീറ്റർ. ജെന്യൂൻ അല്ലേ? ഓണർഷിപ്പ് എത്രയാണ് വരുന്നത്? ഇത്രയും വണ്ടി ഉണ്ടാവുന്നവർ ആർക്കെങ്കിലും കൺഫ്യൂഷൻ ഉണ്ടാവും. സാറില്ലേ, പോട്ടെ. 2015 വാഗണർ റേറ്റ് എത്രയാണ് വരുന്നത്? VHIക്ക് 3,20. 3-ന് പുറത്ത് എങ്ങനെയാലും ബാങ്ക് വാല്യൂഷൻ വരുന്ന വണ്ടിയാണ്. ഫുൾ ലോൺ എന്നൊക്കെ നമുക്ക് പറയാൻ വേണ്ടി പറ്റുന്നുണ്ടാവോ? വേറെ മേജർ ആക്സിഡന്റ്, അപാകതകൾ, കാര്യങ്ങളൊന്നും ഇല്ലല്ലോ. നല്ല വണ്ടി തന്നെയല്ലേ? കണ്ട കാഴ്ചയിൽ ഗ്ലാസസ് ഒന്നും റീപ്ലേസ്മെന്റ് ഒന്നും കണ്ടിട്ടില്ല. വേറെ ബോണറ്റ് ഒന്നും ഇല്ലല്ലോ, ഞാൻ കാണാത്തൊന്നും ഇല്ലല്ലോ. ഓക്കെ, നല്ല വണ്ടിയാണ്. എടുക്കുന്ന ആൾക്ക് വേറെ വർക്ക് എന്തെങ്കിലും പെൻഡിങ് ഉണ്ടോ? വർക്ക് അങ്ങനെ പെൻഡിങ് ഒന്നുമില്ല. ഒരു ഗ്ലാസ് ഹെഡ്ലൈറ്റ് ചെറുതായിട്ട് വാങ്ങിയിട്ടുണ്ട്. മുന്നത്തെ വീഡിയോയിൽ ഞാൻ പറഞ്ഞ കാര്യമാണ്. 2020 സ്പോർട്സ് നമ്മൾ സ്വതവേ കാണാറുള്ള റേറ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു 50,000 താഴെ കിലോമീറ്റർ ഓടി വണ്ടി എങ്ങനെയായാലും 4.25 റേഞ്ചിലാണ് ആസ്കിംഗ് പ്രൈസ് തന്നെ വരാറുള്ളത്. ഇവിടുത്തെ ആസ്കിംഗ് പ്രൈസ് എത്ര ഇപ്പോൾ വന്നിട്ടുള്ളത്? നമ്മൾ മുന്നത്തെ വീഡിയോ 4 എങ്ങാണ്ടാ ചോദിച്ചിട്ടുണ്ടായിരുന്നു. ഈ ഒരു മേള തീരുന്ന വരെ ഓഫർ റേറ്റ് ഉണ്ടാവുള്ളൂ അല്ലേ? ഓക്കെ, വണ്ടി നോക്കുകയാണെങ്കിൽ സ്പോർട്സ് എന്നുള്ള വേരിയന്റ് ആണ്. 2021 രജിസ്ട്രേഷൻ ഉണ്ട്. 20 മോഡൽ 21 രജിസ്ട്രേഷൻ. അതായത് കമ്പനി വാറന്റി ഈ ഒരു ഫെബ്രുവരിയിൽ കഴിഞ്ഞിട്ടേ ഉള്ളൂ. എക്സ്റ്റൻഡഡ് വാറന്റിന്റെ എന്താണ് കഴിഞ്ഞിട്ടുണ്ടോ? ഓക്കെ, ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. 1.1 ലിറ്ററിൽ നമുക്ക് ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. വണ്ടി നിലവിൽ ലോക്ക്ഡ് ആണ്. സ്റ്റിയറിംഗ് കൺട്രോൾസ്, എയർ ബാഗ്, അതേപോലെ തന്നെ AC പവർ സ്റ്റിയറിംഗ്, 4 ഡോർ പവർ വിൻഡോസ് ആയിരിക്കും ബേസിക് ഫീച്ചർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി, സ്ട്രക്ചറൽ ഡാമേജ്, ഫ്ലഡ്, മേജർ ആക്സിഡന്റ് ഒന്നുമില്ല. ഓക്കെ, റേറ്റ് വരുന്നത് 390 എന്ന് പറഞ്ഞിട്ടുണ്ട്. കിലോമീറ്റർ 48,000 കിലോമീറ്റർ. 13. ഓക്കെ, സിംഗിൾ ഓണർഷിപ്പ് ആണ്. 13 റേഞ്ചിൽ ശരാശരി നമുക്ക് മൈലേജ് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. 4.25 വരെ എന്തായാലും ലോണ് കയറേണ്ടതാണ്. 390 വണ്ടിക്ക് ചോദിക്കുന്ന റേറ്റ്, പ്രൊഫൈൽ ഡിപ്പെൻഡഡ് ആയിട്ട്. ഓക്കെ, അടുത്തത് നമ്മൾ സാധാരണ കാണാറുള്ള KUV പെട്രോൾ അല്ല, ഡീസൽ ആണ്. എംഫാക്റ്റഡ് എഞ്ചിനാണ്. 20-ന് മുകളിൽ ഡീസലായിട്ട് മൈലേജ് കിട്ടുന്ന വണ്ടിയാണ്. K8 എന്നുള്ള ഏറ്റവും ഫുൾ ഓപ്ഷൻ ആണ്. കാരണം OE വീൽസ് നമ്മൾ സാധാരണ KUVയിൽ കാണാറില്ല. K4, K6 വരെയൊക്കെയാണ് നമ്മൾ കാണാറുള്ളത്. K8 ഫുൾ ഓപ്ഷൻ. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് 4 ഡോർ പവർ വിൻഡോസ് ഉണ്ടാവും. എയർ ബാഗ്സ് ഡ്യുവൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. ഇതിന് പുറമേ ആയിട്ട് ഇത് ശരിക്കും പറഞ്ഞാൽ 5 സീറ്റർ വണ്ടിയല്ല, പക്ഷേ 6 സീറ്റർ വണ്ടിയാണ്. സീറ്റിംഗ് പൊസിഷൻ നമ്മൾ എപ്പോഴും പറയുന്ന പോലെ തന്നെ ചെറിയൊരു കുട്ടി സീറ്റും കൂടെ ഉണ്ട്. പക്ഷേ RCയിൽ 6 സീറ്റർ തന്നെയായിരിക്കും കൊടുത്തിട്ടുള്ളത്. ഓക്കെ, ഒരു ആംബ്രസ്റ്റ് ആയിട്ട് ആളില്ലെങ്കിൽ നമുക്ക് കൺവേർട്ട് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഒരാളുണ്ടെങ്കിൽ ഒരാളെ ഇരുത്താൻ വേണ്ടി പറ്റുന്നുണ്ടാവും. വണ്ടി നിലവിൽ നല്ല കണ്ടീഷനിലാണുള്ളത്. ഡീസലാണ്. കിലോമീറ്റർ എത്രയാ? 1,00,000. അത് പൊളിച്ച്. ലോ കിലോമീറ്റർ ഡീസൽ വണ്ടി അല്ല. മുന്നേ ഞാൻ അത് വീഡിയോ ചെയ്തപ്പോൾ ഇതിൻ്റെ അകത്ത് 4 സംതിങ് ആയിരുന്നു വീഡിയോയിൽ റേറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നത്. പൂളടിക്കുന്ന ഷോറൂമിൽ നിന്നായിരുന്നു.
അന്ന് ബുക്കിംഗ് ആയി പിന്നെ എന്തോ ക്യാൻസൽ ചെയ്യുന്നതിനോട് പിന്നെ പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇത് ശരിക്കും പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം റേറ്റ് ലോ കിലോമീറ്റർ ആണ്. മേളയിൽ ഓഫറിൽ റേറ്റ് എത്ര വരുന്നുണ്ടാവും? 395 ഏകദേശം 30,000 രൂപേൻ്റെ അടുത്ത് തന്നെ റേറ്റ് കുറഞ്ഞിട്ടുണ്ട്. ഇനിയും കുറയും. 2017 മോഡൽ അതിനെ കൊണ്ട് തന്നെ നമുക്ക് മാക്സിമം ഡിസ്കൗണ്ട്. ഓക്കെ, 30,000 രൂപ നിലവിൽ കുറച്ചിട്ടുണ്ട്. ഇതിൻ്റെ അകത്ത് തന്നെ ഫുൾ ലോണും നമുക്ക് ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ലോ ബഡ്ജറ്റ് 6 സീറ്റർ വണ്ടിയാണ്. 5 സീറ്റർ 6 സീറ്ററിലേക്ക് എത്തിക്കാൻ പറ്റുന്ന രീതിയിലുള്ള വണ്ടിയാണ് കമ്പനി 6 സീറ്റർ ആയിട്ട് ഇറക്കിയിട്ടുള്ളത്. 20-ന് പുറത്ത് ഡീസൻ്റായിട്ട് മൈലേജ് കിട്ടും. അതിന് അടുത്ത വണ്ടി 2017 മോഡൽ മൈക്ര എക്സൽ മിഡിൽ ഓപ്ഷൻ വരുന്നത്. 2017 മോഡൽ അല്ലേ? എക്സൽ എന്നുള്ള മിഡിൽ ഓപ്ഷൻ ആണ്. പെട്രോൾ ആയിരിക്കും ഫ്യൂൽ ഓപ്ഷൻ വരുന്നത്. 1.2 ലിറ്റർ എഞ്ചിൻ, 13 റേഞ്ചിൽ ആവറേജ് മൈലേജ് കിട്ടുന്നുണ്ടാവും. മിഡിൽ ഓപ്ഷൻ ആയിരിക്കും. ഫീച്ചർ സൈഡിൽ 2 ഡോർ പവർ വിൻഡോസ്, AC പവർ സ്റ്റിയറിംഗ് ആയിരിക്കും വരുന്നുണ്ടാവുക. ബ്ലൈൻഡ് സ്പോട്ട് മിറർ എക്സ്ട്രാ ആഫ്റ്റർ മാർക്കറ്റ് ചെയ്തായിട്ട് കാണാൻ വേണ്ടി പറ്റുന്നുണ്ട്. ഫ്രണ്ട് 2 ടയേഴ്സ് അത്യാവശ്യം നല്ലപോലെ ഉണ്ട്. ബാക്ക് ടയേഴ്സ് ആവറേജ് ആണ്. 2017 മൈക്ര റേറ്റ് എത്രയാണ്? ഇത് 3.5 കൊടുക്കാം. 3,05,000 രൂപ 2017 മൈക്ര പെട്രോൾ വണ്ടിക്ക്. 2 റേറ്റ് ലോൺ കിട്ടില്ലേ? അതിന് മുകളിൽ കിട്ടും. പ്രൊഫൈലിന്റെ ഫുൾ ലോൺ തന്നെ കിട്ടുന്നുള്ളൂ അല്ലേ? വേറെ കംപ്ലൈന്റ് കാര്യങ്ങളൊന്നും ഇല്ലല്ലോ? ഒന്ന് വാഷ് ചെയ്യാനുണ്ട്, കുറച്ച് പൊടി പിടിച്ചായിട്ട് കാണുന്നുണ്ട്. വേറെ കാര്യമായിട്ടൊന്നും ഇല്ല. അതിനെ കൊണ്ടുള്ള പൊടിയല്ലോ. അടുത്തത് ഹോണ്ട അമേസ് ആണ്. ഡീറ്റെയിൽ എങ്ങനെയാണ് വരുന്നത്? 2023 മോഡലാണ്. ഓക്കെ, വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ളൂ. വെറും 7,000 കിലോമീറ്റർ ഓടിയിട്ടുള്ള ഹോണ്ടയുടെ ഓട്ടോമാറ്റിക് എമേസ് CVT ട്രാൻസ്മിഷൻ. വേരിയന്റ് ഏതാ വരുന്നത്? എസ് ആണോ? എസ്സിൽ ബാക്ക് സെൻസേഴ്സ് വരുന്നുണ്ടാവും. എയർ ബാഗ്സ് 2 എണ്ണം എന്തായാലും ഉണ്ട്. സ്റ്റിയറിംഗ് കൺട്രോൾസ് വരുന്നുണ്ടാവും. CVT ഗിയർ ബോക്സിൽ പെട്രോളിൽ നമുക്ക് ഏകദേശം 11-ന്റെ മുകളിലൊക്കെ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, 7,000 കിലോമീറ്റർ മാത്രം ഓടിയ വണ്ടിയാണ്. ആ 7,000 കിലോമീറ്ററിനിടയിൽ എയർ ബാഗ് ചെക്ക് ചെയ്യുക, റീപ്ലേസ്മെന്റ് എന്തെങ്കിലും വെറുതെ ഗ്ലാസ് മാറ്റുക, ചില്ല് മാറ്റുക, ഒന്നും ചെയ്തിട്ടില്ല. എന്തുകൊണ്ടായിരിക്കും കസ്റ്റമർ ഇത്രയും ചെറിയ കാലതാമസം കൊണ്ട് വണ്ടി കൊടുത്തത് എന്ന് വല്ല ഐഡിയ ഉണ്ടാവോ? ഇത് നമുക്ക് മെയിൻലി എക്സ്ചേഞ്ച് വന്നാണ്. ഓക്കെ, 2023 ആണ് വണ്ടി ഇറങ്ങിയിട്ടുള്ളത്. അതായത് 2026 4 മാസം വരെ കമ്പനി വാറണ്ടി ഉണ്ടാവും. പുതിയ വണ്ടിക്ക് എത്ര റേറ്റ് ഉണ്ട് എന്ന് ചോദിച്ചിട്ട് ഇതിന്റെ റേറ്റ് പറയാം. 11-ന്റെ അടുത്ത് റേറ്റ് വരുന്ന വണ്ടി KL 84 ആണ് രജിസ്ട്രേഷൻ വരുന്നത്. കൊണ്ടോട്ടി രജിസ്ട്രേഷൻ ആണ്. അപ്പോൾ ഇതിന് 9-ന് താഴേക്ക് റേറ്റ് ഉണ്ടാവുമോ? 8.25-ന്. അത് ഇനിയും കുറയ്ക്കൂ അല്ലെങ്കിൽ ഫൈനലോ? ഇനിയും കുറച്ചു കൊടുക്കാൻ പറ്റും. പുതിയൊരു ഹോണ്ട അമേസ് ഓട്ടോമാറ്റിക് നോക്കുന്ന ഒരു കസ്റ്റമർക്ക് 2.5 ലക്ഷം രൂപയുടെ അടുത്ത് ഒരു വർഷം കൊണ്ട് തന്നെ റേറ്റ് വ്യത്യാസം വന്നിട്ടുണ്ട്. അത് ഇനിയും കുറയും ചെയ്യും. അതേ സമയത്ത് മാക്സിമം ലോൺ എന്തായാലും ചെയ്യാൻ വേണ്ടി പറ്റേണ്ടതാണ്. ചെയ്യാൻ വേണ്ടി പറ്റുന്നുണ്ടോ? ഓക്കെ ഓക്കെ. അടുത്തത് ഹോണ്ടയുടെ ജാസ് ആണ്. KL 11 BH രജിസ്ട്രേഷൻ. നമ്മൾ മുന്നേ വീഡിയോയിൽ കാണിച്ച വണ്ടിയായിരുന്നു. ഓക്കെ, വേരിയന്റ് വരുന്നത് V ആണ്. കാരണം OE alloy wheels ഒറിജിനൽ കമ്പനി എക്യുപ്ഡ് ആയിട്ടുള്ള alloy wheels വരുന്നുണ്ട്. IV ടെക് എഞ്ചിനാണ്. പെട്രോൾ 1.2 ലിറ്ററിൽ ഏകദേശം 13 റേഞ്ചിൽ മൈലേജ് കിട്ടുന്നുണ്ടാവും. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ നമുക്ക് എയർ ബാഗ്സ് ഡ്യുവൽ വരുന്നുണ്ട്. അതേപോലെ തന്നെ സ്റ്റിയറിംഗ് കൺട്രോൾസ്, ഓട്ടോ ക്ലൈമറ്റ് AC, ഇൻബിൽറ്റ് സ്റ്റീരിയോ, വെൽ നീറ്റ് ആൻഡ് മെയിൻറ്റൈൻഡ് ആയിട്ടുള്ള ഇന്റീരിയേഴ്സ് ആണ്. കിലോമീറ്റർ ഒരുപാട് ഓടിയിട്ടുണ്ടാവോ ഇത് ജാസ്? 50,000 ഓടിയിട്ടുണ്ടോ? 43,000 കിലോമീറ്റർ ആകെ ഓടിയിട്ടുള്ളൂ. അതിനിടയിൽ റീപ്ലേസ്മെന്റ് കാര്യങ്ങൾ എന്തെങ്കിലും കാര്യമായിട്ട് വന്നിട്ടുണ്ടോ? ഒന്നും വന്നിട്ടില്ല. റേറ്റ് എത്ര വരുന്നത് 2017 V ജാസിന്? 5.20-ന് കൊടുക്കാൻ പറ്റും. അതിന് റേറ്റ് കുറച്ച് കൊടുക്കാൻ പറ്റും. ഫുൾ ലോൺ കയറുന്ന കാറ്റഗറിയിലുള്ള വണ്ടിയാണോ? ഓക്കെ, 80 അല്ലേ? ഓക്കെ, ഓട്ടോമാറ്റിക് 80 ട്രാൻസ്മിഷൻ ആണ്. വർഷം ഏതാ? മോഡൽ ഏതാ? 2015 മോഡൽ. 80 എന്ന് പറയുന്ന ABS വരുന്ന വണ്ടിയല്ലേ? ABS-ന്റെ സ്റ്റിക്കർ കാണുന്നുണ്ട്. ബാക്ക് സെൻസേഴ്സ് ഇല്ല, പക്ഷെ ബാക്ക് ക്യാമറ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ആൻഡ്രോയിഡ് സ്റ്റീരിയോ എവിടെയോ ഒന്ന് കാണാൻ വേണ്ടി പറ്റുന്നുണ്ടാവും. ചെറിയൊരു സ്റ്റീരിയോ ചെയ്തിട്ടുണ്ട്. വണ്ടി ലോക്ക്ഡ് ആണ്. ഫീച്ചർ സൈഡിൽ നോക്കുകയാണെങ്കിൽ AC പോർഷനും 4 ഡോർ പവർ വിൻഡോസ് മാത്രമേ തന്നെ വരുന്നുള്ളൂ. VXI എന്നുള്ള വേരിയന്റിലുള്ള. ഓക്കെ, ഇനി റീപ്ലേസ്മെന്റ്, ആക്സിഡന്റ് ഹിസ്റ്ററി അങ്ങനെ പറയത്തക്ക രീതിയിൽ എന്തെങ്കിലും ഈ വണ്ടിക്ക് ഉണ്ടോ? ഒന്നുമില്ല. റിറ്റ്സിന് 80 ട്രാൻസ്മിഷനിൽ നമുക്ക് ഏകദേശം എത്ര മൈലേജ് പറയാൻ പറ്റുന്നുണ്ടാവും? 15-ന്റെ ഉള്ളിലായിട്ട് നമുക്ക് മൈലേജ് കിട്ടുന്നുണ്ടാവും. ഓക്കെ, 15 റിറ്റ്സിന് ഓട്ടോമാറ്റിക് വണ്ടിക്ക് 395. 109 രൂപ എടുത്തിട്ട് പെട്രോൾ അടിച്ച് 20 കിലോമീറ്റർ ഓടാൻ താല്പര്യമില്ലാത്തവർക്ക് വേണ്ടിയിട്ട് എത്ര ലക്ഷം രൂപ നിങ്ങൾ റേറ്റ് കുറച്ചത്? 2 ലക്ഷം രൂപയ്ക്ക് അടുത്ത് വിലക്കുറവിൽ ടാറ്റ
EV. ഡീറ്റെയിൽ എങ്ങനെയാ? 2021 മോഡൽ വണ്ടി. 2021 മോഡൽ എന്ന് പറഞ്ഞാൽ BS6 വന്ന് വരുന്ന ഷേപ്പാണ്. ഇടിച്ചു പൊളിഞ്ഞ വണ്ടി അതിനെ കൊണ്ട് അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും കംപ്ലൈന്റ് വന്നതിനെ കൊണ്ടാണോ ഇല്ല എടുക്കാൻ പറ്റുന്ന രീതിയിൽ തന്നെ എടുക്കുന്നത്? ഓക്കെ ഓക്കെ. കിലോമീറ്റർ എത്ര ഓടിയിട്ടുണ്ട്? കുറെ കിലോമീറ്റർ ഓടി മുതലാക്കിയാണോ? അത്രേ ഓടിയിട്ടുള്ളൂ. വണ്ടി ഇറങ്ങുന്ന ടൈമിൽ ഇതിന് ഏകദേശം 16, 18 ആ റേഞ്ചിലൊക്കെ ആയിരുന്നു റേറ്റ് ഉണ്ടായിരുന്നത്. 3 വർഷങ്ങൾക്ക് ഇപ്പുറം റേറ്റ് എത്ര ചോദിക്കുന്നത്? 11.25. അതിനിയും കുറയൂ. അപ്പോൾ മിസ് ചെയ്യണ്ട, ടെൻഷൻ അടിക്കേണ്ട. സോളാറൊക്കെ ഉണ്ടെന്ന് വെച്ച് കഴിഞ്ഞാൽ ഡയറക്റ്റ് സൂര്യൻ അടിക്കുക, ചാർജ് അടിക്കുക, പറന്നടിക്കുക. 6, 7, 8, 2024 മാർച്ച് ഈ ഒരു ഡേറ്റുകളിൽ രാമനാട്ടുകര മേൽപ്പാലമാണ് അവിടെ കാണുന്നത്. അതിൻ്റെ തൊട്ടടുത്തായിട്ടുള്ള ഗ്രൗണ്ടിലാണ് ഈ ഒരു മേള നടക്കുന്നത്. ഈ ഒരു ഡേറ്റിലേക്ക് മാത്രമായിട്ടുള്ള കുറേ റേറ്റ് ഗ്യാപ്പുള്ള ഇഷ്ടംപോലെ വണ്ടികളിവിടെ ഉണ്ട്. എല്ലാ വണ്ടി നമുക്ക് കാണിക്കാൻ വേണ്ടി പറ്റിയിട്ടില്ല, സമയപരിമിതി ഉണ്ട്. അപ്പോൾ ബാക്കിയുള്ള കോൺടാക്ട് അരുണായിട്ട് ചെയ്യുക. അരുണിൻ്റെ അടുത്ത് മാക്സിമം ഡിസ്കൗണ്ട് ഒക്കെ കൊടുക്കൂലേ? കയ്യും കൊണ്ട് പോകരുത്. മാക്സിമം റേറ്റ് കുറച്ച് കൊടുക്കൂലേ? ഓക്കെ. അപ്പോൾ മാക്സിമം പേർക്ക് ബുക്കിംഗ് കിട്ടണം, കസ്റ്റമർക്ക് മാക്സിമം റേറ്റ് കുറച്ച് നല്ല വണ്ടി കിട്ടണം. ഓക്കെ. യൂസ്ഡ് കാറിൽ സെറ്റ്. അപ്പോൾ ഓക്കെ. അപ്പോൾ ഇത്രയ്ക്കാണ് നമ്മുടെ വീടിനകത്ത് പറയാനുള്ളത്. ഇവരെ കോൺടാക്ട് ഡീറ്റെയിൽസ് ഇങ്ങനെ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്, ലൊക്കേഷൻ്റെ കാര്യങ്ങൾ പറഞ്ഞിട്ടുണ്ട്. വീഡിയോ ഇഷ്ടപ്പെട്ട് കഴിഞ്ഞാൽ ജസ്റ്റ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, സപ്പോർട്ട് ചെയ്യുക. മറ്റൊരു വീഡിയോ കാണുമ്പോൾ അബി സൈനിങ് ഓഫ്. അഡിയോസ്.